ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് വീട്ടിലൊരു താമര സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ താമര ട്യൂബറാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. ഞങ്ങൾ ഓൺലൈനായിട്ടാണ് വാങ്ങിയത്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് ചാനൽസ് താമരയുടെ ട്യൂബേഴ്സായിട്ടും റണ്ണേഴ്സായിട്ടൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. പേൾ അക്വാട്ടിക് ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിനാണ് ഞങ്ങൾ വാങ്ങിയത്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. അതിൽ റെഡ് പ്യൂണി എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് ഞങ്ങൾ വാങ്ങിയത്. DTDC വഴിയാണ് അവർ നമുക്ക് അയച്ചു തരുന്നത്. സേഫ് ആയിട്ടുള്ള പാക്കിംഗ് ആയിരുന്നു. ഡാമേജോ കാര്യങ്ങളൊന്നും ട്യൂബറിന് ഉണ്ടായിരുന്നില്ല. 2-3 ഗ്രോത്ത് ടിപ്പുള്ള ട്യൂബേഴ്സ് വാങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. ട്യൂബർ കിട്ടിയ ദിവസം തന്നെ നട്ടിട്ടുണ്ടായിരുന്നില്ല. 2-3 ദിവസം വെള്ളത്തിലിട്ട് ചെറിയൊരു ലീഫിൻ്റെ ഇത് വന്നതിന് ശേഷമാണ് ഞങ്ങൾ നട്ടത്. അപ്പോൾ ഞങ്ങൾ നടാൻ പോവുകയാണ്. ഞങ്ങൾ ടബ് ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ താമരന് എന്തായാലും ചേറിൽ നടാമെന്നാണ് വിചാരിക്കുന്നത്. വീടിൻ്റെ അടുത്തൊരു പാടമുണ്ട്. ആ പാടത്ത് നിന്ന് ചേറെടുക്കാൻ പോവുകയാണ്. ചേച്ചിയുടെ അമ്മ ഞങ്ങൾ പാടത്തേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവനും ഞങ്ങളുടെ കൂടെ കൂടി. പാടം അടുത്തുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ചേറിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നത്. ചേറ് തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് നമ്മുടെ വീട്ടിലെ ഗാർഡൻ സോയിലാണെങ്കിലും നമുക്കതിലും നടാനൊക്കെ പറ്റും. അങ്ങനെ ഞങ്ങൾ പാടത്തെത്തി. ഏത് സൈഡിൽ നിന്ന് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ ഒരു സൈഡിൽ നിന്ന് കുറച്ചായിട്ട് എടുക്കാൻ തുടങ്ങി. എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറച്ച് ചളിയൊക്കെ ചേറൊക്കെ മേത്തൊക്കെ തെറിച്ച്. അങ്ങനെ എന്തായാലും ഏട്ടൻ ഒരു ബക്കറ്റ് ഫുള്ളാക്കി ചേറ് നിറച്ച് തന്ന്. ഞങ്ങൾ ചേറിൻ്റെ പിന്നാലെയൊക്കെ നടന്നപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന ഒരാൾ പാടത്തുണ്ടായിരുന്ന കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ പറിച്ച് മാല ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞ് അവൻ പോക്കറ്റിൽ ശേഖരിക്കുകയായിരുന്നു. ആ ഒരു വിധത്തിലാണ് അവനെ ഞങ്ങൾ കൂടെ തിരിച്ചു കൊണ്ടുവന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. ഇനി ഇതെല്ലാം പോട്ടിൽ സെറ്റ് ചെയ്യണതാണ് അടുത്ത പരിപാടി. പലരും പല രീതിയിൽ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ എന്തായാലും ചെയ്യാൻ പോണത് ഫസ്റ്റ് ലെയറായിട്ട് എല്ലുപൊടിയാണ് ഇടുന്നത്. 2 പിടി എല്ലുപൊടി ഇട്ടതിന് ശേഷം ഉണങ്ങിയ ചാണകപ്പൊടി, നല്ലോണം ഉണങ്ങിയ ചാണകപ്പൊടി പൊടിച്ചതാണ് സെക്കൻഡ് ലെയറിലുള്ളത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് ശരിക്കും ചാണകപ്പൊടി ഇടുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റി വെച്ചിട്ട് ചാണകപ്പൊടി സെറ്റ് ചെയ്തു. അതിനുശേഷം ചേറ് ടബിലേക്ക് മാറ്റി. ഒറ്റ ബക്കറ്റ് കൊണ്ട് ചേറ് ഫില്ലായില്ല. അപ്പോൾ ഒരു ബക്കറ്റും കൂടി ഞങ്ങൾ ചേറ് കൊണ്ടുവന്നതിന് ശേഷമാണ് ടബ് ഓൾമോസ്റ്റ് ഫില്ലായത്. ഇനി അടുത്ത സ്റ്റെപ്പ് ട്യൂബർ വയ്ക്കലാണ്. ട്യൂബറിന് യാതൊരു കേടുപാടും ഇല്ലാതെ ട്യൂബറിനെ നമുക്കതിൽ സെറ്റ് ചെയ്യണം. ട്യൂബർ എപ്പോഴും വയ്ക്കുമ്പോൾ ടബിൻ്റെ സെൻട്രലായിട്ടൊന്നും വയ്ക്കാൻ പാടില്ല. ഒരു എഡ്ജിൽ എവിടെയെങ്കിലാണ് വെക്കേണ്ടത്. കാരണം ട്യൂബറിൻ്റെ ഗ്രോത്ത് ഉണ്ടാവുക സർക്കുലർ ഷേപ്പിലായിരിക്കും. അപ്പോൾ അധികം വല്ലാണ്ട് ഡിപ്പ് ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് നമ്മളൊന്ന് അമർത്തി കൊടുക്കുക മാത്രമേ വേണ്ടൂ. ഇനി അത് ഫ്ലോട്ട് ചെയ്ത് വരാതിരിക്കും, നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഫ്ലോട്ട് ചെയ്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടൈലിൻ്റെ കഷ്ണമോ വല്ല കല്ലിൻ്റെ കഷ്ണമോ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. പിന്നെ വെള്ളം മൊത്തത്തിൽ കൂടി കലങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നില്ലെങ്കിൽ ഒരു ഇലയോ അല്ലെങ്കിൽ ഇതേപോലെ വല്ല കവറോ വെച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം തന്നെ ടബിൽ നമ്മൾ ഫുള്ളായിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ചെറിയ ലീഫുകൾ വന്നു തുടങ്ങുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെയിലാണ്. നല്ല വെയിലത്ത് വെച്ചാൽ നമ്മുടെ ചെടിക്ക് നല്ല മാറ്റം ഉണ്ടായിരിക്കും, പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടായിരിക്കും. പൂ ഉണ്ടാവാനും എല്ലാത്തിനും വെയിലാണ് അത്യാവശ്യം വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ പോട്ട് സെറ്റ് ചെയ്യേണ്ടത്. ഇതൊരു 4 ദിവസത്തിന് ശേഷമുള്ള ഫോട്ടോ ആണത്. ചെറിയ ഇലകളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് നമ്മൾ വരുന്നുള്ള വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.